ഹായ്, എൻ്റെ ഒരു പുതിയ യാത്രാ പരമ്പര ആരംഭിക്കുകയാണ്. ഗുജറാത്തിലൂടെയാണ് എൻ്റെ ഈ യാത്ര. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വഴി വഡോദരയിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. വഡോദര, അഹമ്മദാബാദ്, രാജ്കോട്ട്, ദ്വാരക, ഗീർവനം, സോമനാഥ്, പോർബന്ദർ എന്നീ സ്ഥലങ്ങളൊക്കെയാണ് ലിസ്റ്റിലുള്ളത്. 3 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും 9 ആഭ്യന്തര വിമാനത്താവളങ്ങളും 2 സ്വകാര്യ വിമാനത്താവളങ്ങളും 3 സൈനിക താവളങ്ങളും ഗുജറാത്തിലുണ്ട്. എയർപോർട്ടിൽ നിന്നും നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനാണ് പോകുന്നത്. ഇവിടെ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട് പ്രതിമ സ്ഥിതി ചെയ്യുന്ന കെവാഡിയ എന്ന സ്ഥലത്തേക്ക്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ തീരപ്രദേശമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ 5ാമത്തെ വലിയ സംസ്ഥാനവും ജനസംഖ്യയിൽ 9ാമത്തെ വലിയ സംസ്ഥാനവുമാണ് ഗുജറാത്ത്. രാജസ്ഥാൻ, ദാദ്ര നാഗർ ഹവേലി, ഡാമൻ ആൻഡ് ദിയു, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പടിഞ്ഞാറ് അറബിക്കടലും പാകിസ്ഥാൻ പ്രവിശ്യയായ സിന്ധും എന്നിവയാണ് അതിർത്തികൾ. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. അതേസമയം ഏറ്റവും വലിയ നഗരം അഹമ്മദാബാദാണ്. ഇന്ത്യയിലെ പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗുജറാത്തിന്റെ ചരിത്രം നിരവധി സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന സമ്പന്നവും വൈവിധ്യപൂർണവുമാണ്. പുരാതന സിന്ധു നദീതട സംസ്കാരത്തിന്റെ തെളിവുകളുള്ള ലോഥൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചരിത്രാതീത കാലം മുതൽ ഈ പ്രദേശത്ത് ജനവാസമുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പുരാതന സിന്ധു നദീതട നാഗരികതയുടെ 23 സ്ഥലങ്ങൾ ഈ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. 8ഉം 9ഉം നൂറ്റാണ്ടുകളിൽ ഗുജറാത്ത് ഭരിച്ചിരുന്ന ഗുർജാര പ്രതിഹാര രാജവംശത്തിൽ നിന്നാണ് ഗുജറാത്ത് ഉരുത്തിരിഞ്ഞത്. ആധുനിക രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും ഭാഗങ്ങൾ മുഗൾ കാലഘട്ടത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഗുർജറത്ത് അല്ലെങ്കിൽ ഗുർജഭൂമി എന്നറിയപ്പെട്ടിരുന്നു. നൂറ്റാണ്ടുകളായി ഗുജറാത്ത് വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമാണ്. മധ്യകാലഘട്ടത്തിൽ ബറൂച്ച്, സൂറത്ത് തുടങ്ങിയ തുറമുഖങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഈ പ്രദേശം ഗുപ്ത സാമ്രാജ്യത്തിന്റെയും പിന്നീട് ചാലൂക്യ, സോളങ്കി രാജവംശങ്ങളുടെയും ഭാഗമായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഗുജറാത്ത് സുൽത്താനേറ്റിന്റെ ഉദയവും തുടർന്ന് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണവും നടന്നു. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ നിയന്ത്രണം ഏറ്റെടുത്തു. പോർബന്ദറിൽ ജനിച്ച മഹാത്മാഗാന്ധിയെ പോലുള്ള പ്രമുഖ നേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗുജറാത്ത് നിർണായക പങ്ക് വഹിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1960 ഗുജറാത്ത് ഒരു പ്രത്യേക സംസ്ഥാനമായി മാറി. ഇന്ന് ഗുജറാത്ത് അതിന്റെ സാമ്പത്തിക വൈദഗ്ധ്യത്തിനും വ്യാവസായിക വികസനത്തിനും സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ടതാണ്. ഇന്ത്യയിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഗുജറാത്ത്. ദേശീയ കയറ്റുമതിയുടെ 1/3 വരുന്ന ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതിയുള്ളത്. ഏറ്റവും വ്യാവസായികവൽക്കരിക്കപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായാണ് ഗുജറാത്തിനെ കണക്കാക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് വളരെ കുറവാണ്. എന്നാൽ മതപരമായ അസ്വസ്ഥതകൾ കാരണം ചില സാമൂഹിക സൂചകങ്ങളിൽ സംസ്ഥാനം മോശം സ്ഥാനത്താണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മിക്ക സ്ഥലങ്ങളിലും റോഡുകളൊക്കെ ഉയർന്ന നിലവാരത്തിൽ പണിതിരിക്കുന്ന 4 വരി പാതകളാണ്. ബഹുനില കെട്ടിടങ്ങളൊക്കെ വലിയ പട്ടണങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടത്. നഗരങ്ങളുടെ അതിർത്തി വിട്ടാൽ വളരെ താഴ്ന്ന നിലയിൽ ഷീറ്റുകളും പ്ലാസ്റ്റിക്കും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന തിങ്ങി നിറഞ്ഞ ചെറിയ കുടിലുകളിലും പാലങ്ങളുടെ അടിവശത്തും താമസിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോൾ വികസനത്തിന്റെ കണക്കുകളൊക്കെ യാഥാർത്ഥ്യമാണോ എന്നൊരു സംശയവും മനസ്സിൽ ഉയരുന്നുണ്ട്. അല്ലെങ്കിലും വികസനമൊക്കെ തീരുമാനിക്കുന്നത് പാവങ്ങളല്ലല്ലോ. ഗുജറാത്തിലെ വഡോദര നഗരത്തിനടുത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ടിന് അഭിമുഖമായി നർമ്മദ നദിയിലെ ഒരു ദ്വീപിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന വ്യക്തിയും രാജ്യത്തിന്റെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വല്ലഭായ് പട്ടേലിന്റെ ബഹുമാനാർത്ഥം സ്ഥാപിച്ച ബൃഹത്തായ ഒരു സ്മാരകമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2010 പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം 2013 ഒക്ടോബറിൽ ഇന്ത്യൻ കമ്പനിയായ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ് നിർമ്മാണം ആരംഭിച്ചത്. മൊത്തം നിർമ്മാണ ചെലവ് 2700 കോടി രൂപയാണ്. വെങ്കലം പൂശിയ ഇരുമ്പിൽ പ്രശസ്ത ശില്പി റാം ബി സുതാർ രൂപപ്പെടുത്തിയ പ്രതിമ പട്ടേലിന്റെ 143ാം ജന്മവാർഷികത്തിൽ 2018 ഒക്ടോബർ 31 നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പട്ടേലിന്റെ പ്രതിമയുടെ വലിയ രൂപമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി.
സ്റ്റീൽ ഫ്രെയിമിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വെങ്കല പാളികൾ കൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയിൽ നിർമ്മിച്ച ഈ ഷീറ്റുകൾ പിന്നീട് കൂട്ടിയോജിപ്പിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പ്രതിമയ്ക്ക് ആവശ്യമായ ഇരുമ്പ് ശേഖരിക്കുന്നതിനായി ഉപയോഗിച്ച കാർഷിക ഉപകരണങ്ങൾ സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ട് 2013 സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൂവ്മെന്റ് ആരംഭിച്ചു. 2016 ആയപ്പോഴേക്കും മൊത്തം 135 മെട്രിക് ടൺ സ്ക്രാപ്പ് ഇരുമ്പ് ശേഖരിച്ചു. അതിൽ 109 ടൺ സംസ്കരണത്തിന് ശേഷം പ്രതിമയുടെ അടിത്തറ ഉണ്ടാക്കാനായി ഉപയോഗിച്ചു. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ് സർദാർ പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിമയ്ക്കുള്ളിൽ ഒരു എക്സിബിഷൻ ഹാൾ, ഒരു മ്യൂസിയം, ചുറ്റുമുള്ള പ്രദേശത്തിന്റെ വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു നിരീക്ഷണ ഡെക്ക് എന്നിവയുണ്ട്. 182 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടി ഉയരമാണിത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച നേതാവാണ്. ഐക്യ ഇന്ത്യയെക്കുറിച്ചുള്ള പട്ടേലിന്റെ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി ദേശീയ ഐക്യത്തിന്റെയും ഏകീകരണത്തിന്റെയും പ്രതീകമായി വർത്തിക്കുന്നു. പട്ടേലിന്റെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന ഒരു മ്യൂസിയവും എക്സിബിഷൻ ഹാളും വാഗ്ദാനം ചെയ്യുന്ന ഈ സ്മാരകം ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നു. പ്രതിമയെ 5 സോണുകളായി തിരിച്ചിരിക്കുന്നു. അതിൽ 3 മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. പ്രതിമയുടെ അടിഭാഗം മുതൽ കാൽമുട്ടിന് താഴെയുള്ള മുൻഭാഗത്തെ ലെവൽ വരെയാണ് 3 ലെവലുകളുള്ള ആദ്യത്തെ മേഖല. ആദ്യത്തെ സോണിൽ ഒരു സ്മാരക ഉദ്യാനവും ഒരു മ്യൂസിയവും അടങ്ങിയിരിക്കുന്നു. 1-ാം സോണിലെ മ്യൂസിയം പട്ടേലിന്റെ ജീവിതവും സംഭാവനകളും പട്ടികപ്പെടുത്തുന്നു. തൊട്ടടുത്തുള്ള ഒരു ഓഡിയോ വിഷ്വൽ ഗാലറി പട്ടേലിനെക്കുറിച്ച് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അവതരണം നൽകുന്നു. കൂടാതെ സംസ്ഥാനത്തിന്റെ ഗോത്ര സംസ്കാരത്തെയും വിവരിക്കുന്നു. ഞാനിപ്പോൾ പ്രതിമയുടെ കാൽഭാഗത്തിന്റെ ഭാഗത്താണ്. 2-ാമത്തെ സോൺ പട്ടേലിന്റെ തുടകൾ വരെ എത്തുന്നു. പ്രതിമയുടെ കാലുകൾ രൂപപ്പെടുന്ന കോൺക്രീറ്റ് രൂപങ്ങളിൽ 2 എലിവേറ്ററുകൾ വീതമുണ്ട്. ഓരോ ലിഫ്റ്റിലും ഒരേ സമയം 26 പേരെ കയറ്റി 30 സെക്കൻഡ് കൊണ്ട് വ്യൂയിങ് ഗാലറിയിലെത്താം. മൂന്നാമത്തെ സോൺ 153 മീറ്റർ ഉയരത്തിൽ പ്രതിമയുടെ കഴുത്തിലുള്ള വ്യൂയിങ് ഗാലറി വരെ നീളുന്നു. ഞാനിപ്പോൾ പ്രതിമയുടെ കഴുത്തിന്റെ ഭാഗത്താണ്. ഇവിടെ ഒരേ സമയം 200 പേർക്ക് വരെ തങ്ങാൻ സാധിക്കും. ഇവിടെ നിന്നും നർമ്മദാ നദിയുടെയും സരോവർ അണക്കെട്ടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും മനോഹരമായ ഒരു വിശാല ദൃശ്യം ലഭ്യമാണ്. 4-ാമത്തെയും അവസാനത്തെയും സോൺ മെയിൻ്റനൻസ് ഏരിയയാണ്. അവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കുന്ന ലേസർ ഷോ നൂറുകണക്കിന് സന്ദർശകരെയാണ് ആകർഷിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതയാത്രയും ലോകത്തിൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രാധാന്യത്തെയും വിളിച്ചോതുന്ന ഷോയാണിത്. 30 മിനിറ്റ് നേരത്തേക്ക് ലേസർ ലൈറ്റുകൾ, സംഗീതം, ഗ്രാഫിക്സ് എന്നിവയുടെ മനോഹരമായ മിശ്രിതമുള്ള ഒരു ക്യാൻവാസായി ഈ പ്രതിമ മാറുന്നു. 600 മീറ്റർ അകലത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന 51 ഹൈ റെസൊല്യൂഷൻ പ്രൊജക്ടറുകളാണ് ഈ പ്രദർശനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത ഏത് കാലാവസ്ഥയെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ലേസർ പ്രൊജക്ടറുകളാണിവ. വൈകിട്ട് 6:45 മുതൽ 7:15 വരെയാണ് ലേസർ ഷോ പ്രദർശനം നടക്കുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിന്റെ മഹത്വത്തിനും പ്രാധാന്യത്തിനും പ്രശംസ നേടിയിട്ടുണ്ടെങ്കിലും അതിൽ ഉൾപ്പെട്ട ചെലവുകൾക്കും പാരിസ്ഥിതിക ആഘാതത്തിനും വിമർശനം നേടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമായും ഇന്ത്യയുടെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളുടെ ആദരാഞ്ജലിയായും നിലനിൽക്കുന്നു. നാളെ ഞങ്ങൾ അഹമ്മദാബാദിലേക്ക് പോവുകയാണ്. ഗുജറാത്തിലെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.